ഹലോ മക്കളെ, ശ്വേതാമസാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ലൈഫിൽ ഇതുവരെയുള്ള ഒരു സമയത്ത് നിങ്ങൾ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമെങ്കിലും എഴുതിയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ വരുന്നതെന്ന്. എല്ലാവരും ഇതിന് പ്രിപ്പയർ ചെയ്തിട്ടായിരിക്കും പോകുന്നുണ്ടാവുക, പക്ഷേ അവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പലരും പറയാറുണ്ട്. ഇതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ പ്രത്യേകിച്ച് മാത്സ് എന്നൊരു സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം ഈ ഒരു പ്രോബ്ലം എന്നുള്ളത് കുറച്ച് പേർക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ വലിയ ക്ലാസ്സുകളിൽ എത്തിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ ഒരു കൺഫ്യൂഷൻ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ചെറിയ ഏതെങ്കിലും കോൺസെപ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് ക്ലിയർ ആവാണ്ട് പോയിട്ടുണ്ടാവുക. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ചെറിയ ക്ലാസ്സിലെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് പോവുക, കുറച്ച് ഡിഫിക്കൽട്ട് ലെവലുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് പോവുക എന്നുള്ളതാണ് അതിൻ്റെ സൊല്യൂഷൻ. അപ്പോൾ ഇതൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് സൈലം നിങ്ങൾക്ക് വേണ്ടി തരുന്നൊരു ബാച്ചാണ് നമ്മുടെ ഫാൽക്കൺ ബാച്ച് എന്ന് പറയുന്നത്. കുറേയധികം ഫീച്ചേഴ്സാണ് ഈ ഒരു ബാച്ചിലുള്ളത്. ഡെയിലി ലൈവ് ആൻഡ് റെക്കോർഡഡ് സെഷൻസ്, അതായത് ഓരോ കോണ്ടന്റിൻ്റെയും ലൈവും റെക്കോർഡഡ് സെഷൻസും നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. ഓരോ കോൺസെപ്റ്റിലും ഡിഫിക്കൽട്ടി ലെവൽ കൂടി വരുന്ന ക്വസ്റ്റ്യൻസ്, അതായത് ഈസി ടു ഡിഫിക്കൽട്ട് എന്നുള്ള ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. മാത്രമല്ല അതിൻ്റെ സ്ലൈഡ്സും എക്സാംസും എല്ലാം ഈ ഒരു ബാച്ചിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാ, നിങ്ങൾ ഈ ഒരു ബാച്ചിലേക്ക് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ലിമിറ്റഡ് സ്ലോട്ട്സ് മാത്രമാണുള്ളത്. താഴെ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ യെസ്, നമുക്ക് ഫാൽക്കൺ ബാച്ചിൽ വെച്ച് കാണാം. ബൈ.